For HSC, CBC and IC students. Chapter 5, Laws of Motion, we continue. Today, this is class number P38, Equilibrium of Concurrent Forces. Equilibrium of Concurrent Forces from Chapter 5, Laws of Motion. അപ്പോൾ ഇത് ക്ലാസ് 11 ഫിസിക്സ് ആണ്. HSC, CBC, ISC സ്റ്റുഡൻസ് +1 ക്ലാസ് ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ. അതിലെ ഒരു ചെറിയ ടോപ്പിക്ക് ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്. കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ്. ദ ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ കോൾഡ് കൺകറന്റ് ഫോഴ്സസ്. ആൻഡ് വെൻ ദീസ് ഫോഴ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഒരു ബിന്ദുവിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ഈ ഫോഴ്സ് ബാലൻസ് ചെയ്താൽ ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിനെയാണ് ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ തുലനാവസ്ഥ. നമ്പർ ഓഫ് ഫോഴ്സ് ഒരു പോയിന്റിൽ പ്രവർത്തിച്ചാൽ അവയെല്ലാം കൺകറന്റ് ഫോഴ്സാണ്. ആ പോയിന്റ് എങ്ങോട്ടും മാറാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Equilibrium of concurrent forces. Forces which act at the same point on a body are called concurrent forces. When a number of forces act on a body at the same point and the net unbalanced force is 0, then the body is said to be in equilibrium. Then the body will be at rest or uniform motion. Forces which act at the same point on a body are called concurrent forces. ഒരു ബിന്ദുവിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് concurrent forces. Forces which are acting at a point. When a number of forces act on a body at the same point and the net unbalanced force is 0, then the body is said to be in equilibrium. ഒരു വസ്തുവിൽ നമ്പർ ഓഫ് ഫോഴ്സുകൾ പ്രവർത്തിക്കുകയും ഒരു പോയിന്റ് ഒബ്ജക്റ്റിൽ നമ്പർ ഓഫ് ഫോഴ്സുകൾ പ്രവർത്തിക്കുകയും ആ വസ്തുവിൽ അൺബാലൻസ്ഡ് ഫോഴ്സ്, തുലനം ചെയ്യാത്ത ബലങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയും. ദെൻ ദ ബോഡി വിൽ ബി അറ്റ് റെസ്റ്റ് ഓർ മോഷൻ. ഇക്വിലിബ്രിയത്തിലുള്ള വസ്തു ഒന്നെങ്കിൽ റെസ്റ്റിലാകാം, അല്ലെങ്കിൽ അത് യൂണിഫോം മോഷനിലായിരിക്കാം. അപ്പോൾ ഇവിടെ O എന്നൊരു പോയിന്റ് ഒരു ഇക്വിലിബ്രിയം പോയിന്റാണ്. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ, തുലനാവസ്ഥയിലുള്ള പോയിന്റിൽ ഇവിടെ 3 ഫോഴ്സ് പ്രവർത്തിക്കുകയാണ്. F1, F2, F3 എന്ന് പറയും. F1ൻ്റെ F2വിൻ്റെ റിസൾട്ടൻ്റ് ആണ് F1 + F2. അത് ആ പാരലൽ ഡയഗണൽ കാണിക്കും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് F3. അപ്പോൾ F3 = F1 + F2 ആണെങ്കിൽ വെക്റ്റർ സമായിട്ടാണ് പറയേണ്ടത്. F3 = F1 + F2 ആണെങ്കിൽ നമ്മൾ പറയും O എന്നുള്ള പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന്. ഇൻ ദ ഫിഗർ 3 ഫോഴ്സ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് O. So these forces F1, F2 and F3 are called concurrent forces. F1 and F2 are the resultant of the two forces F1 + F2 is the resultant of two forces F1 and F2, and that is represented by the diagonal of the parallelogram both in magnitude and direction. Then the opposite force, the equilibrium force is F3, and if F3 is equal to vector F1 + vector F2, then the point O is said to be in equilibrium, and this is the meaning of equilibrium of concurrent forces. Be explained. If there are two equal forces, then the condition for equilibrium is that they act on the body at the same point in the opposite direction. ഇപ്പോൾ 2 തുല്യ ഫോഴ്സ് ഒരു ബിന്ദുവിൽ പ്രവർത്തിച്ച് ഇക്വിലിബ്രിയം വേണമെങ്കിൽ ആ 2 ഫോഴ്സും ഈക്വൽ ഓപ്പോസിറ്റും ആയിരിക്കണം. കൺസിഡർ ദി 3 കൺകറന്റ് ഫോഴ്സസ്. നമ്മൾ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ, ആ സ്റ്റോണിങ് ഫിഗർ, സപ്പോസ് 3 concurrent forces F1, F2 and F3 acting at O are shown in figure. The resultant of F1 and F2, that is F is equal to F1 + F2. If the third force acts on the body such that F3 is equal to minus of F1 + F2, minus sign shows opposite direction. If F3 is equal to minus of F1 + F2, then the body is in equilibrium. That is, F3 is equal to minus of F1 + F2. Take the term in the RHS to LHS. That is F1 + F2 + F3 is 0. F1 + F2 + F3 is 0. And this is the
equilibrium condition of three concurrent forces. The condition for equilibrium of a number of forces acting on a body at the same point is that the vector sum of all the forces is equal to 0. അനേകം ഫോഴ്സ് ഒരു ബോഡിയിൽ ഒരു പോയിന്റിൽ പ്രവർത്തിച്ചാൽ അവ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഫോഴ്സ് എല്ലാം കൂടി കൂട്ടിയാൽ 0 ആയിരിക്കണം. ഇപ്പോൾ കൂട്ടുമ്പോൾ ഓർക്കണം, ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിൽ മൈനസ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് കൂട്ടേണ്ടത്. ദ വെക്ടർ സം ഓഫ് ഓൾ ഫോഴ്സസ് ഷുഡ് ബി 0. then the body should be in equilibrium. അപ്പോൾ അത് വെച്ചുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഇക്വിലിബ്രിയം വെച്ചുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ, concurrent force equilibrium problem. A body of mass 5 kg is suspended by a rope of length 4 meter from a ceiling. A force of 40 Newton in the horizontal direction is applied at the midpoint of the rope as shown in figure. Here we can see what is the angle the rope makes with the vertical in equilibrium. G 10 meters second raised to minus 2. Mass of rope may be neglected. I shall read it again. A body of mass 5 kg is suspended by a rope of length 4 meter from a ceiling. A force of 40 Newton in the horizontal direction is applied at the midpoint of the rope as shown in figure. What is the angle the rope makes with the vertical in equilibrium? G equal to 10 meters second raised to minus 2 and mass of rope may be neglected. അപ്പോൾ ആ ക്വസ്റ്റിനകത്ത് പറയുന്ന സിറ്റുവേഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഒരു റോപ്പിൽ ഒരു മാസ് 5 കിലോഗ്രാം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സൈഡിലേക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് 40 ന്യൂട്ടൺ കൊടുക്കുകയാണ്. അത് മുകളിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫ് സൈഡിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഓ എന്നുള്ള പോയിന്റ് വലത്തോട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ചരട് ആ കാണുന്ന പോലെ T1 ടെൻഷനിൽ ആ ചരടിങ്ങനെ നമുക്ക് കാണാം. ഒരു 2 മീറ്റർ നീളമുള്ള ചരടാണ്. അപ്പോൾ 2 മീറ്റർ ഇവിടെ ക്വസ്റ്റിനകത്ത് വരുന്നില്ല. നമുക്ക് ഈ ആംഗിൾ അതുപോലെ ഫോഴ്സാണ് ചിത്രത്തിൽ വരേണ്ടത്. ആ സ്ട്രിങ്ങിൻ്റെ നീളം പ്രശ്നമല്ല ഇവിടെ. The point O is in equilibrium. This means that net force is 0. F is horizontal, T2 is vertical, T1 is inclined. അപ്പോൾ T1 ചരിഞ്ഞാണ്, ടെൻഷനാണ്, ചരടിൻ്റെ ടെൻഷനാണ് T1, വലിയ ബലം. T2 വെയിറ്റ് ആയിട്ട് വരും, W ആയിട്ട് വരും. അത് വെർട്ടിക്കൽ ഡൗൺവേർഡ് അറ്റ് O. ആ മാസിൻ്റെ വെയിറ്റ് W താഴോട്ട്, അത് ഓയിലാണ്. റൈറ്റിലേക്ക് നമ്മൾ F എന്നുള്ള ഫോഴ്സ് കൊടുക്കുകയാണ്. 40 ന്യൂട്ടൺ എഫും ഡബ്ല്യുവും T1. അതാണ് 3 ഫോഴ്സ്. ഓയിൽ പ്രവർത്തിക്കുക. O is in equilibrium. The point O is in equilibrium. This means that the net force is 0. F is horizontal, T2 is vertical and T1 is inclined. T1 is resolved into 2 components, T1 cos theta vertically upwards and T1 sin theta opposite of. അപ്പോൾ F എന്നുള്ളത് T1 sin theta ആയിട്ട് മാറും. W എന്നുള്ളത് T1 cos theta ആയിട്ട് മാറും. So for equilibrium we have T1 sin theta is equal to F, T1 cos theta is equal to T2. T2 is W, that is 5 kilogram. That we convert into 5 kilogram, that we convert into Newton. 5 into 10, 50 Newton. G we take as 10. Then T1 sin theta by T1 cos theta, we get F by T2. Tan theta is F by T2, that is F by W. W is 50. So tan theta is 40 by 50 is equal to 0.8. You take the tan inverse of 0.8, that is theta is 38 degree 40 minute. And this tan inverse we can take from a table, from the Clark's table. We can take tan inverse. Tan inverse 0.8 is 38 degree 40 minute. അപ്പോൾ ഇത് ശരിക്കും ഒരു ടാൻജന്റ് ലോ എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റിക്സിൽ ലോ ഉണ്ട്. നമ്മളത് പഠിക്കുന്നില്ല എന്ന് ഉള്ളു, ആ പേരിൽ പഠിക്കുന്നില്ലെന്ന് മാത്രം. ഈ കൺകറന്റ് ഫോഴ്സിൻ്റെ ഇവിടെയുള്ള ഈക്വിലിബ്രിയം നമുക്ക് ഒരു ടാൻജന്റ് ലോ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. ടാൻജന്റ് ലോ ഇത്രയേ ഉള്ളൂ. If a weight W is suspended and it is pulled aside by a horizontal force F, so that the string is making an angle theta with the vertical. The string is making an angle theta with the vertical. Then tan theta is left by W.
Tan theta is F by W. Look here. Tan theta is F by W. This equation, tan theta is F by T2. T2 is W. Tan theta is F by W. That is tangent law. And this problem can be done using tangent law. ഇവിടെ T2വിനെ നമ്മൾ W എന്ന് വിളിച്ചാൽ tan theta is F by W. അതിനെ വിളിക്കുന്ന പേര് ടാൻജന്റ് ലോ. ടാൻജന്റ് ലോ വെച്ചിട്ട് ഈ കൺകറന്റ് ഫോഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്ത് തീറ്റ കണ്ടുപിടിക്കാവുന്നതാണ്. That is all with your 30th class. We continue our class with friction. Thank you.